എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ മഹേശ്വരനോട് ലക്ഷ്മിയമ്മ ചോദിക്കാണ്, മഹിയേട്ടാ പറ, ഈ ഫോട്ടോയ്ക്കകത്തുള്ളത് ആരാ? ഈ ഫോട്ടോയ്ക്കുള്ളിലുള്ള ഈ കുഞ്ഞാരാ? ഈ കുഞ്ഞാരാന്ന് മഹിയേട്ടൻ അറിയാലോ. മഹിയേട്ടനോട് ഒപ്പം നിന്നല്ലേ കുഞ്ഞു ഫോട്ടോ എടുത്തേക്കെന്ന് ചോദിക്കുകയാണ്. മഹേന്ദ്രൻ മഹേശ്വരൻ പെട്ടു. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ബബ്ബ അടിക്കുകയാണ്. ചോദിക്കും, അല്ല ആരാ ഈ ഫോട്ടോ തന്നെ? അതിപ്പം നന്ദമോള് കൊണ്ടു തന്ന, നന്ദമോളുടെ ഫോണിനകത്തേക്ക് ആരോ അയച്ചു കൊടുത്താന്ന് പറയണം. അതിപ്പോ ഈ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് പതർന്ന് കണ്ടപ്പം നന്ദ പെട്ടെന്ന് പറഞ്ഞു, അല്ല അതിപ്പോ അച്ഛൻ എങ്ങനെ ഓർക്കാനാന്ന് ചോദിക്കും. ലക്ഷ്മിയെ വെച്ചു, ഓർക്കാതിരിക്കാനോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അച്ഛൻ അവിടെ ഉണ്ടാകും ചെമ്പമേള എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു വിജയദശമി ദിനത്തില് അങ്ങനെ കുറെ കുട്ടികളെ എഴുത്തിലിരുത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ എഴുത്തിലിരുത്തുന്ന ഫോട്ടോ ഇത്. അപ്പൊ എത്രയോ കുട്ടികളെ മടിയിലിരുത്തി ഫോട്ടോ എടുത്തേക്കുന്നു. അപ്പൊ അച്ഛൻ ആ കുഞ്ഞ് ഏതാന്നൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക. പെട്ടെന്നാണ് മഹേഷിന് ശ്വാസം നേരെ വീണത്. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു, അവൾ തന്നെ രക്ഷപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് എത്ര വിശ്വാസം വന്നില്ല. പെട്ടെന്ന് മോഹിനി ചോദിച്ചു, ഓ അതാണോ കാര്യം? ഞാൻ കരുതി. അല്ല നീ എന്താ മോഹിനി കരുതിയത്? ഒന്നുമില്ലാന്ന് പറയണം. നന്ദയ്ക്ക് കാര്യം മനസ്സിലായി എന്താന്നുള്ളത്. നന്ദ പറഞ്ഞു, ഇനിയിപ്പോ അന്ന് ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്ന് അവിടുത്തെ അച്ഛൻ ഭയങ്കര ഹീറോ അല്ലായിരുന്നോ? അച്ഛനല്ലായിരുന്നോ അവിടെ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? അപ്പൊ അച്ഛന്റെ അടുത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ കുഞ്ഞിനെയൊക്കെ എഴുത്തിനിരുത്താൻ കൊണ്ടിരുന്നേ. അത് നല്ല കാര്യമല്ലേന്ന് ചോദിക്കണം. മഹേശനാണ് പറഞ്ഞു, ശരി ശരി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് പറയാം, നീ ഇച്ചിരി ഫുഡ് എടുക്കാൻ പറയാം ലക്ഷ്മിയോട്. നന്ദ പറഞ്ഞു, ഞാൻ ഈ ഫോട്ടോ എന്ന് ഗൗതം സാറിനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ നന്ദ അകത്തേക്ക് കയറി പോവാണ്. ലക്ഷ്മിയമ്മ എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. മഹേശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. എവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിങ്കി അങ്ങ് എഴുന്നേറ്റ് പോയിട്ട് പിങ്കി നോക്കി ലക്ഷ്മിയമ്മേനെ. അപ്പൊ ലക്ഷ്മിയമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെങ്കിലും കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ചിന്ത പിങ്കിയുടെ ഉള്ളിൽ ഉണ്ടാവണം. പിന്നീട് കാണിക്കുന്നത് സുജാത രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ വന്ന് കതക് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച പുറത്ത് ബാലാജിയും ഗുണ്ടകളും ഇരിക്കുന്നതാണ്. ഇവരെ കണ്ടത് സുജാതയുടെ ഒരു ഞെട്ടലുണ്ട്. ആ ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാണ്. അല്ല നിങ്ങളെന്താ? ഞങ്ങളോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ പറ്റുമോ? എപ്പോഴും ഒരു കണ്ണ് വേണ്ടേ ഇവിടെ ഈ വീട്ടില്? എടാ കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന് പോയി നോക്കടാന്ന് പറയണം. ഗുണ്ടകളകത്തേക്ക് കയറി പോവാണ്. ആ ചേച്ചി, ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇവിടെ എന്ത് സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ? അതുകൊണ്ട് എന്റെ മോൾ എന്തേന്ന് ചോദിക്കണം. ഈ സമയത്താണ് ഗാഥ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗാഥയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ, ഞാൻ വന്നല്ലോ മോള്. അതെ, ഒരാഴ്ച കഴിയുമ്പോഴത്തേനും കേസിന്റെ വിസ്താരം തുടങ്ങും. ആ സമയത്ത് മോൾ എനിക്കെതിരെ സാക്ഷിമൊഴി കൊടുക്കാൻ പോവരുതെന്ന് പറയണം. ഗാഥ പറഞ്ഞു, ഞാൻ പോയി കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും എന്ന് പറയണം. നിങ്ങൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഞാൻ പോയി പറയുമെന്ന് പറയാം. കൊള്ളാലോ, ഭയങ്കര രോഷാകുലയാണല്ലോ മോള്. അതൊക്കെ ഇവിടെ മതി. പറഞ്ഞു കേട്ട ഒരക്ഷരം എനിക്ക് എതിർത്ത് പറഞ്ഞാണല്ലോ നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിത്തിയോട് അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ കത്തി കഴുത്തേലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. ഈ ബാലാജിയോടാ നിന്റെ കളി. നീ ഒരു സാക്ഷിമൊഴിയും പറയാൻ പോവില്ല. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്ക് വേണം നിന്നെ തീർത്ത് കളയായിരുന്നു. പക്ഷെ ഇപ്പം നിന്നെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്താകും. അത് ഞാൻ ചെയ്യില്ല. പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ആ പിടി അങ്ങോട്ട് വിടുവാണ്. അപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണത് ഗാഥയ്ക്ക്. സുജാത വിടുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സുജാതനെ പിടിച്ച് തള്ളുവാണ് ബാലാജി ചെയ്തേ. സുജാതയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത്രയും വലിയ ഒരാളോട് പിടിച്ചു നിൽക്കാനായിട്ട്? ബാലാജി എന്നിട്ട് പറഞ്ഞു, ഈ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് നിന്നെ നാട് കടത്തുമ്പോളെ ആദ്യം മുംബൈക്ക്, അവിടെ നിന്ന് പിന്നെ ദുബായ്, 5 വർഷം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വരുള്ളൂ എന്ന് പറയാം. അപ്പത്തേന് ഈ ബാലാജിയുടെ കേസും കൂട്ടും ഒക്കെ അവസാനിച്ചിരിക്കും. ഈ ബാലാജിയോടെ നിന്റെയൊക്കെ കളി എന്ന് പറയണം. അപ്പൊ സുജാത പറഞ്ഞു, ബാലാജി ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ട് പോ, എന്റെ മോളെ ഉപദ്രവിക്കരുതെന്ന് പറയണം. ഉപദ്രവിക്കാന് നിന്റെ മോളെയോ? നിന്റെ മോളും മര്യാദയ്ക്കിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ തെരുവ് പെണ്ണിന്റെ അവസ്ഥ തന്നെയായിരിക്കും നിന്റെ മോൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അത് വേണ്ടെങ്കിൽ അവളോട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറ. ഇല്ലെങ്കിൽ ഈ ബാലാജി ആരാന്നറിയും. ഈ ബാലാജിക്ക് ഇതൊക്കെ വെറും പുല്ലല്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗാഥയെ കെട്ടിപ്പിടിച്ച് സുജാത പൊട്ടിക്കരയാണ്. ഇനി എന്ത് ചെയ്യും മോളെ എന്ന് പറഞ്ഞിട്ട് ഗാഥ പറഞ്ഞു, എന്തൊക്കെ വന്നാലും ശരി, ഞാൻ മരിച്ചാലും ശരി, ഞാൻ അയാൾക്കെതിരെ മൊഴി കൊടുക്കും അമ്മയെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന മഹേശ്വരൻ നേരെ വരുന്നത് വാവച്ചനെ കാണാനായിട്ട്. വാവച്ചനെ കണ്ടു പറഞ്ഞു, എല്ലാം ആകെപ്പാടെ തകിടം മറന്നു പറയാം. എന്താ സാറേ, എന്തേലും പ്രശ്നം ഉണ്ടായോ? ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? അതെ, അവൾ ആ ഫോട്ടോ വീട്ടിൽ കാണിച്ചെന്ന് പറയാം. ആരുടെ ഫോട്ടോ? എടാ എന്റെ ആ ഗാഥയുടെ ഫോട്ടോയും കൂടെ വീട്ടിൽ കാണിച്ചു, എന്നിട്ടോ പ്രശ്നമായോ? ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷെ നന്ദക്കുഞ്ഞ് ഒറ്റ കൊടുത്തില്ല സാറേ. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതല്ലടാ, ഇന്നല്ലെങ്കിൽ നാളെ അവൾ ആ ബോംബ് പൊട്ടിക്കും. അവളുടെ കയ്യിലിരിക്കുന്നൊരു ബോംബാ. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇന്ത്യവരത്തിന് പുറത്താ. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് പറയാം. അല്ല അതിനിപ്പോ എന്ത് ചെയ്യാനാ സാറിന്റെ പരിപാടി?
അവളെ എങ്ങനെയെങ്കിലും ഒതുക്കിയെടുക്കണം വാവച്ച, അല്ലെങ്കിൽ രക്ഷയില്ല. അവൾ ഈ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയില്ല. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നാടകം കളിച്ചാൽ മതിയാവളെന്ന് പറയാം. അല്ല ഇപ്പൊ എന്ത് നാടകം കളിക്കാനാണ് സാറ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കണം. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കും. എന്താ? നമുക്ക് ആ ചെറുക്കനെ വിളിച്ചൊരു കളി ഞങ്ങൾ കളിച്ചാലോ? ഏതിയർക്ക് ആ മിഥുനെ വെച്ചിട്ട്. അല്ല മിഥുനെ വെച്ചിട്ട് എന്ത് കളി കളിക്കാനാ വാവച്ച ഉദ്ദേശിച്ചിരിക്കുന്നത്? അതാണ് ഈ വാവച്ചൻ്റെ ഒരു ഐഡിയ ഇല്ലാത്ത. വാവച്ചൻ അതൊക്കെ പറഞ്ഞുതരാന്ന് പറയണം. അതെ, അവനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നന്ദ വരാറുണ്ടല്ലോ. അപ്പൊ അവനും അവളും തമ്മിലൊരു അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുത്താം. അഴുതാത്ത രീതിയിൽ അവൾ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അവളെ വിളിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു. സാർ ഇന്ത്യവരത്തിലൊന്ന് പ്രസന്റ് ചെയ്താൽ മതി എന്ന് പറയാം. അതെങ്ങനെ ശരിയാവൂടോ? ഞാൻ പറഞ്ഞ അവർ വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. സാർ ഒരു കാര്യം ചെയ്താൽ മതി. സാറ് പറഞ്ഞാൽ മതി. നന്ദയുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, ആരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാറിനെ കരുവാക്കുമെന്ന് അവളെ. അപ്പൊ സാറിനെ ഗാതനം വെച്ച് കഥ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. നന്ദയുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് ആരും അറിയരുത്. അപ്പൊ എല്ലാരും വിശ്വസിക്കില്ലേ? ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ശരിയാ, താൻ പറഞ്ഞ ശരിയാ. പോരാത്തന്നെ ഒരു കാര്യം ചെയ്യാം. വീടിച്ചണ്ട് ഈ കാര്യം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ ഒന്ന് വിളിക്കുകയും കൂടി ചെയ്യാം. അപ്പൊ താൻ ആ ഫോണിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കി അങ്ങോട്ട് പറഞ്ഞാൽ മതി. അവിടെ നടന്ന എന്താന്നും കണ്ട എന്താന്നും ഒക്കെ. അപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നോളൂ എന്ന് പറയാം. അത് ശരിയാ സാറേ, നല്ല ഐഡിയ എന്ന് പറയാണ്. ഇനിയിപ്പോ സാറിനെ ആരും അവിശ്വസിക്കാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് സാറ് ആ കാര്യങ്ങളെ പോയി അങ്ങോട്ട് നടത്താൻ പറയണം. പിന്നീട് കാണിക്കുന്ന നന്ദ നേരെ മിഥുനെ കാണാനായിട്ട് വരുന്നുണ്ട്. മിഥുനെ കണ്ടപ്പോൾ നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്ദ പറഞ്ഞു, എനിക്കറിയില്ല മിഥുനെ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ആകെപ്പാടെ ഞാനൊരു തൃശങ്കു സ്വർഗത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാ. എനിക്ക് ഗാഥയെ രക്ഷിക്കാൻ വേണം. പക്ഷെ വീട്ടിലെ സങ്കടം, ലക്ഷ്മിയമ്മയുടെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മ ആകെ തകർന്നു പോകും. ഞാൻ എന്ത് ചെയ്യണം മിഥുനെന്ന് ചോദിക്കുകയാണ്. മിഥുൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യണ്ടേ? ഇളക്കും മുള്ളിലും കേടില്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോകണം. അതിലിപ്പോ എന്താ ഒരു വഴി? എനിക്ക് അത് മാത്രമല്ല മിഥുനെ ചെയ്യേണ്ടത്. ഗാഥയെ രക്ഷിക്കണം. ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണം. ഒരു പക്ഷെ 3-4 ദിവസത്തിലുള്ള കേസിന്റെ വിസ്താരം തുടങ്ങും. ഗാഥയെ അവൻ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. മിഥുൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്. ആ ഒരു വഴി മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. നന്ദയ്ക്ക് ഇനിയിപ്പോൾ ഗാഥയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ല എനിക്കെങ്ങനെ രക്ഷിക്കാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മിഥുനെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഗാഥനെ അവിടുന്ന് കുറച്ച് ദിവസം എങ്ങോട്ടേലും മാറ്റി നിർത്തണം. അല്ല എങ്ങോട്ട് മാറ്റി നിർത്താനാ? അത് ഏറ്റവും സേഫ് നന്ദയുടെ വീടാ. ഒരു പോലീസ് ഓഫീസറുടെ വീട്. അത് ഏറ്റവും സേഫ്. അത്രയും വലിയ നല്ല മാർഗം വേറെ ഇല്ലെന്ന് പറയാണ്. നന്ദ പറഞ്ഞു, എന്തൊക്കെയാ ഈ പറയണേ? അല്ലേ തന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ. ഇവിടെ ആ പട പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത്, ഈ സമയത്ത് എനിക്ക് അവളെ കൊണ്ട് അവിടെ നിർത്താൻ പറ്റുമോ? അതും ഗൗതം സാറിന്റെ അനിയത്തിയല്ലേ അവള്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. നന്ദ ധൈര്യമായിട്ട് കൊണ്ടേ നിർത്തിക്കോ. ഈ മിഥുനല്ലേ പറയുന്നേ. പക്ഷെ എന്നാലും നന്ദയ്ക്കൊരു പേടിയായിരുന്നു. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഗൗതം സാർ വിഷമിക്കുന്ന കാണാൻ പറ്റില്ലെന്ന് പറയണം. അതൊന്നും ഓർത്ത് നന്ദ വിഷമിക്കേണ്ട. ഇപ്പൊ ഗാഥയുടെ സേഫ്റ്റി അതാണ് നമുക്ക് പ്രധാനം എന്ന് പറയണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. നന്ദയ്ക്ക് ആകെപ്പെട്ടൊരു ഭയമായിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഗാഥേനെ രക്ഷിക്കണം, ലക്ഷ്മി അമ്മേനെ എല്ലാവരും രക്ഷിക്കണം. പക്ഷെ ആര് സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്ത ഒരു സമാധാനക്കേടായിരുന്നു. ഈ സമയത്ത് മഹേശ്വരൻ്റെ മനസ്സിലേക്ക് ചില പ്ലാനുകളും പദ്ധതികളും വരികയാണ്. എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യും? താൻ ഒരു പക്ഷേ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ശരിയാവത്തില്ല. എല്ലാവരുടെയും മുന്നിൽ പിങ്കി മതി. അവളാണ് ഇനി ഏറ്റവും സേഫ്. അവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, അവൾ പറയുവാണെങ്കിൽ ഇവിടെ എല്ലാവരും വിശ്വസിച്ചോളും. അല്ലെങ്കിൽ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വഴിമാറുള്ളൂ. അതുകൊണ്ട് അത് വേണ്ട. പിങ്കിനെ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം. പിങ്കിയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നന്ദയുടെ ആജന്മ ശത്രുവാണല്ലോ പിങ്കി. പിന്നീട് പിങ്കിനെ വിളിക്കണം മഹേശ്വരൻ. എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കണം. അതെ, എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ട് എന്ത് ചെയ്യാനാ? ഈ ഇന്ത്യവരത്തിന് മാനം പോകുന്നാ തോന്നേ. അല്ല എന്താ കാര്യം പറഞ്ഞേ? എന്ത് പറയാനാ എൻ്റെ പിങ്കി മോളെ? ആ നന്ദയുണ്ടല്ലോ, അവളെ കൊണ്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാം. നന്ദനെ കൊണ്ട് സമാധാനം ഇല്ലേ? അതെന്താ? അവള് ഒരുത്തനോടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടല്ലോ, ആ മിഥുൻ എന്ന് പറയുന്നേ. ഒന്ന് അവിടെ ചെമ്പമ്മേട് എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് കാണിച്ചു കൂടുന്ന ഓരോ കോപ്രായങ്ങൾ എന്താണെന്നറിയോ? ഇന്നെ വാവച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, തൊലി ഉരിഞ്ഞു പോവാ, ഇന്ത്യവരത്തിന്റെ മാനം പോകുന്ന ലക്ഷണമാണ് കാണുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സമാധാനം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോക്ക്. ഇത് നല്ലൊരു അവസരമാണ് തനിക്ക് മുതലാക്കാനുള്ളത്. ഗൗതം സാറിനെ നന്ദേനെ തമ്മിൽ തെറ്റിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് പിങ്കിയെ കാണുന്നേ. അല്ല വല്യച്ച, ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചേ? അവർ രണ്ടുപേരും അരുതാത്ത രീതിയിൽ കണ്ടു. ഈ കാര്യം എന്നോട് വാവച്ചൻ വിളിച്ചു പറഞ്ഞു പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. മോളെ, ഇതെങ്ങനെയല്ലേ എല്ലാവരും ഒന്ന് പറയണം. നീ ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ലെന്ന് പറയാം. ഞാൻ പറയാനോ? അതെ, മോള് പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. പോരാത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വാവച്ചനെ വിളിച്ചു തരാം. അപ്പൊ മോൾ ഈ കാര്യം ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ വാവച്ചൻ പറഞ്ഞോളൂ എന്ന് പറയാം.
എന്നാലും വെച്ചാ ഒരു എന്നാലും ഇല്ല, ധൈര്യമായിട്ട് മോള് പൊക്കോ, ഞാൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ചർച്ചയായിട്ട് എടുക്കാം. ആ സമയത്ത് മോളി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാം. ശരി, നന്ദേനെ പൂട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമല്ലേ, അത് പാഴാക്കാണ്ട് പിങ്കി ഉദ്ദേശിച്ചില്ല. പിങ്കി അങ്ങനെ എല്ലാം പൊളിച്ചെടുക്കാന്ന് ഓർത്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വൈകുന്നേരം എല്ലാവരും കൂടെ ഹാളിൽ വന്നിരിക്കുകയാണ്. ഗൗതമുണ്ട്, നന്ദയുണ്ട്, മോഹിനി അവരൊക്കെ ഉണ്ട്. ഈ സമയത്ത് മഹേശൻ അങ്ങോട്ട് വന്നേ. അപ്പൊ പിങ്കി പറഞ്ഞു, അതെ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അപ്പം നന്ദ പറഞ്ഞു, പിങ്കിക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് കേട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാ. ഇന്ദീവരത്തിന് മാനം പോകുന്ന കാര്യമാണ്, നന്ദയെക്കുറിച്ചുള്ള കാര്യം എന്ന് പറയാണ്. ഇത് കേട്ട നന്ദ കഴിഞ്ഞിട്ട് തന്നെ കുറിച്ചുള്ള കാര്യമോ, എന്ത് കാര്യം പിങ്കിക്ക് പറയാനുള്ളത്? എന്താ പിങ്കി കാര്യം എന്താന്ന് ഗൗതം ചോദിക്കണം. കാര്യങ്ങളൊക്കെ പറയാം, പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആർക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല. ഞാൻ മുൻകൂർ പറഞ്ഞ ഇതിന്റെ പേരിൽ ഇനി എന്നെ കുറ്റപ്പെടുത്താൻ ആരും വരണ്ട. ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയാണ്. ഗൗതം പറഞ്ഞു, നീ വളച്ചുകെട്ടില്ലാതെ കാര്യം പറ പിങ്കി എന്ന് പറയാണ്. ഇത് കേട്ടൻ പിങ്കി പറഞ്ഞു, എനിക്ക് നന്ദേനെയും ഇതിനെയും ചേർത്തിട്ട് പറയാനുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഒരു നിമിഷം ഗൗതത്തിലൊരു ഞെട്ടലുണ്ടായി. ഇപ്പോൾ എന്തായി പറയാൻ പോണേന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.